ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിക്കുകയും ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള ഒരു വലിയ സാധ്യത ഇത് തുറന്നിടുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റുന്ന എന്താണ്, ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്, ഒരു എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഹമാസിന്റെ പിടിയിലുള്ള തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. സമാധാനപൂർണമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. മിഡിൽ ഈസ്റ്റ് വീണ്ടും ശാന്തമാകാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാവുകയാണ്. ഈ ഘട്ടത്തിൽ വീണ്ടും ഒരു കാര്യം ചർച്ചയാവുന്നുണ്ട്. അത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ആണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഇത് വീണ്ടും യാഥാർത്ഥ്യമാകാനുള്ള ഒരു വലിയ സാധ്യത തുറന്നിടുകയാണ്. ഒപ്പം നേരത്തെ നിർത്തിവെച്ച സൗദി അറേബ്യ, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ അത് വീണ്ടും തുടരാനുള്ള അവസരം കൂടി ഇത് തുറന്നിടുകയാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യ, അമേരിക്ക, സൗദി അറേബ്യ, UAE, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഈ രാജ്യങ്ങളെല്ലാം ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇസ്രായേൽ വരുന്നുണ്ട്, ജോർദാൻ വരുന്നുണ്ട്. കാരണം ഈ രാജ്യങ്ങളിലൂടെയൊക്കെ തന്നെ ഇത് കടന്നു പോകുന്ന ഒരു വലിയ പദ്ധതിയാണ്. സോ ഈ പദ്ധതി ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു പദ്ധതിയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെയുള്ള ട്രേഡ് സുതാര്യമാക്കുക, എളുപ്പത്തിലാക്കുക, വേഗത്തിലാക്കുക, ഇതിന് ഈ പദ്ധതി വളരെ പ്രധാനമാണ്. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഉൽപാദനം നടത്തി അവരുടെ പ്രോഡക്റ്റുകൾ ലോകം മുഴുവൻ എത്തിക്കാനായിട്ടുള്ള അവരുടെ ശ്രമത്തിന് ഈ പദ്ധതി വളരെയധികം ഗുണം ചെയ്യും. അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനും വളരെയധികം ഗുണം ചെയ്യും. യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ഈ പദ്ധതിയുടെ പുരോഗതി വളരെ വലിയ പ്രതിസന്ധിയിലായി. കാരണം ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാവും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദൽ എന്ന രീതിയിലാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഉണ്ടായിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ചൈനയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ ആധിപത്യം നേടിക്കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും യൂറോപ്പും ചേർന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ചേർന്ന് വിഭാവനം ചെയ്യുന്ന ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു പ്രോജക്റ്റാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ചരക്ക് നീക്കം സുഗമമാക്കുന്ന, എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായി പ്രോഫിറ്റ് കിട്ടുന്ന, ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. ഒരു വലിയ രാജ്യം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യ മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നത് ഇന്ത്യക്കായിരിക്കാം. പക്ഷെ അപ്പോഴും മറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും ഈ പ്രോജക്റ്റിലൂടെ വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ട്രേഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനൊരു ബദൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നതും ഇന്ത്യയെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇന്ത്യയുടെ എക്കണോമിക് ഇൻട്രസ്റ്റുകൾ നമുക്ക് കൃത്യമായിട്ടും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഇന്ത്യ ഇത്തരത്തിൽ ചൈനയ്ക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല മാർഗങ്ങളും കണ്ടെത്തിക്കൊണ്ട് ഒരു വലിയ ശക്തിയായിട്ട് മാറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലുമായിട്ട് അത്ര നല്ല ബന്ധമൊന്നും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് UAE, സൗദി പോലെയുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത്, മുൻപ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ UAEയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടായി. ഈ പുരോഗതിയുടെ പിന്നിൽ അമേരിക്ക ഇടപെട്ടതിനെ കുറിച്ച് മാത്രമാണ് എവിടെയും ചർച്ചയായത്. എന്നാൽ ഇന്ത്യക്കും കൃത്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന റിസർച്ച് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യ വളരെ കാര്യമായി തന്നെ UAE ഇസ്രായേൽ ബന്ധം മെച്ചപ്പെടുന്നതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അബ്രഹാം അക്കോർഡ്സിന്റെ പിന്നിൽ ഇന്ത്യ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴി ആ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ ഇന്ത്യ പരിശ്രമിച്ചു. പിന്നീട് ഇത് നമുക്കറിയാം, ഈ സൗദിയുമായിട്ടുള്ള റിലേഷൻ ഇസ്രായേൽ മെച്ചപ്പെടുത്താൻ തുടങ്ങുന്നു. അതുപോലെ G20 ഉച്ചകോടിയിൽ വെച്ച് ഈ ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പ്രഖ്യാപിക്കപ്പെടുന്നു ഇന്ത്യയിൽ വെച്ച്. ഈ സമയത്തിന് ശേഷമാണ് പെട്ടെന്ന് ഹമാസ് ആക്രമണമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ തീരുമാനം ഒരുപക്ഷെ ഇന്ത്യ യൂറോപ്പ് അല്ലെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ഒരു പുരോഗതിയെ കാര്യമായി തന്നെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകാനും ഇത് ഒരു കാരണമായേക്കാം, ഈ വെടിനിർത്തൽ. ഒരുപക്ഷെ ട്രംപ് ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.